Hey, this is Sachin and welcome back to another video of this Python tutorial series. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിനകത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നിരുന്ന ആ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത് വന്നത് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യത്തില്ലേ, അതിനെയാണ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതിനെ കോൾ ചെയ്യും, അത് സെർട്ടൈൻ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഫംഗ്ഷൻസിനെ കോൾ ചെയ്ത് തന്നിരിക്കും. ആ രീതിയിൽ പ്രൊസീജറലായിട്ട് ചെയ്തു വരുന്ന പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിനെ ഊപ്പ് എന്ന് പറയും. ഓക്കെ, ഊപ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ രണ്ട് പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങും ഊപ്സും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യുക, നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഈ യൂണിവേഴ്സിറ്റി സോഫ്റ്റ്വെയറിന്റെ യൂസേഴ്സ് ആരൊക്കെ ഉണ്ടായിരിക്കും? സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോഴ്സസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പലതരം കോഴ്സസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്റ്റുഡൻറ്റിനെ കൺസിഡർ ചെയ്യുക. സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടായിരിക്കും? സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടായിരിക്കും, റോൾ നമ്പർ ഉണ്ടായിരിക്കും, പുള്ളിയുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, പുള്ളി എടുത്തിട്ടുള്ള കോഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതുപോലത്തെ ഡാറ്റ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതുപോലെ 10-100 സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരത്തില്ലേ? അത്രയും ഡാറ്റ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇത് തന്നെയാണ് ടീച്ചേഴ്സിന്റെ കേസിലും കോഴ്സസിന്റെ കേസിലും വരുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരിടത്താണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റിനെയും ടീച്ചേഴ്സിനെയും കോഴ്സസിനെയും ഓരോരോ എൻറ്റിറ്റീസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എൻറ്റിറ്റി എന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സോഫ്റ്റ്വെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റുഡന്റ്, ടീച്ചേഴ്സ്, കോഴ്സസ് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻറ്റിറ്റീസ് അസോസിയേറ്റ് ചെയ്തിട്ട് പലതരം ഡേറ്റാസ് ഉണ്ടായിരിക്കും. ഇപ്പൊ സ്റ്റുഡന്റിന്റെ കേസിൽ വരുമ്പോൾ പുള്ളിക്ക് നെയിം, അഡ്രസ്സ്, കോഴ്സ്, പുള്ളിയുടെ ക്ലാസ് ഏതാണ്, പുള്ളിയുടെ ഗ്രേഡ്, അങ്ങനത്തെ കുറച്ച് ഡേറ്റാസ് പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് സെർട്ടൈൻ ഫംഗ്ഷനാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ഇല്ലേ, അത് തന്നെ. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഡേറ്റയും ഈ ഒരു എൻറ്റിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഡേറ്റയും ഫംഗ്ഷനാലിറ്റിയും ഉള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എൻറ്റിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇതേ സെയിം ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഡേറ്റാസും ഫംഗ്ഷനാലിറ്റീസും ഉണ്ടായിരിക്കും. കോഴ്സസിന്റെ കേസിൽ വരുമ്പോഴും ഡേറ്റയും ഫംഗ്ഷനാലിറ്റീസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ കോഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടെർമിനോളജിയാണ്. ഒന്നുമില്ല, നമ്മൾ ഈ ഡേറ്റ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നില്ലേ, ഇത് ശരിക്കും വേരിയബിൾസ് തന്നെയാണ്. നമ്മൾ ഇതുവരെ ഡിക്ലെയർ ചെയ്ത് വന്നിരുന്ന യൂസ് ചെയ്ത് വന്നിരുന്ന വേരിയബിൾസ് ഇല്ലേ, അതിനാണ് ഇവിടെയും വരുന്നത്. അതിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, എൻറ്റിറ്റിയുടെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നായിരിക്കും വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷനാലിറ്റീസ് ഇല്ലേ, അതായത് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ഫംഗ്ഷൻസ്, ഓരോ എൻറ്റിറ്റിയുടെയും ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ മെത്തേഡ്സ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ടോപ്പിക്കാണ്. എന്താണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള ടോപ്പിക്സ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ക്ലാസ്, എന്താണ് ഒരു ഒബ്ജക്റ്റ്. നിങ്ങൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. നിങ്ങളൊരു വീട് പണിയുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വീട് പണിയുന്നതിന് മുമ്പ് ആ വീടിനൊരു പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസൈനോ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. ആ പ്ലാനിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്? ഈ പ്ലാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് വീടുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതായത് ആ പ്ലാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഹൗസസ് പണിയാനായിട്ട് പറ്റും. ആ ഹൗസസിനെ നമുക്ക് ഒബ്ജക്ട്സ് ആക്കി പറയാൻ പറ്റും. ആ പ്ലാൻ ഏതാണോ, ആ ബ്ലൂ പ്രിന്റിനെ നമ്മൾ ക്ലാസ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പ്ലാനിനകത്ത് കയറി താമസിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് പ്ലാനിനെ കയറി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കാകെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസബിൾ ആയിട്ടുള്ളത് ഈ ഒബ്ജക്ട്സ് മാത്രമാണ്. ഓക്കെ, ഇത് ബേസിക്കലി ഒരു ബ്ലൂ പ്രിന്റ് മാത്രമായിരിക്കും. ഇതാണ് യൂസബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ എൻറ്റിറ്റീസ് അല്ലേ, ഈ ഓരോ എൻറ്റിറ്റീസിനും നമ്മൾ ഒരു ഡിഫറെന്റ് ക്ലാസ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിനെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ക്ലാസിന്റെ നെയിം എന്താണോ കൊടുക്കേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് പോലാണ് നമ്മൾ ആ ക്ലാസിന്റെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഡെഫ് ഇനീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് സെൽഫ്, റോൾ നമ്പർ, നെയിം, ഗ്രേഡ് എന്നുള്ള രീതിയിൽ പാസ് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ കൺസ്ട്രക്ടർ എന്നാണ് പറയുന്നത്. അതെന്താണ് എന്നുള്ളത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, സെൽഫ് ഡോട്ട് റോൾ നമ്പർ,
അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് ഗ്രേഡ് എന്ന് പറഞ്ഞ കുറച്ച് ആട്രിബ്യൂട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ശരിക്കും ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്, അതായത് ആ ഒരു എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റയാണ്. ഓക്കെ, അതിനുശേഷം കണ്ടോ, ഞാൻ ആ ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഇൻഡന്റേഷൻ ഫോളോ ചെയ്ത ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എന്ത് വേണ്ടിയിട്ടുള്ളതാണ്? ഷോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ഞാൻ ആ നെയിം പ്രിന്റ് ചെയ്യുന്നുണ്ട്, റോൾ നമ്പർ പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഗ്രേഡ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് കൊടുക്കുന്ന പേരില്ലേ, ആ പേര് നമ്മളിവിടെ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതൊരു കൺസ്ട്രക്ടർ ആണ്, ഇതിനെപ്പറ്റി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്തേക്കുന്നത്? പല ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഈ ആട്രിബ്യൂട്ട്സിനകത്ത് ഞാൻ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റോൾ നമ്പർ, നെയിം, ഗ്രേഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ആണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. അതല്ലാതെ തന്നെ എനിക്കൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഷോ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, അതായത് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, പുള്ളിയുടെ നെയിം, റോൾ നമ്പർ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ഈ ക്ലാസിന്റെ അകത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ക്ലാസ് ചുമ്മാ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ക്ലാസ് യൂസ് ചെയ്ത് ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കാൻ പോവുക. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പോവുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റുഡന്റ് എന്ന് പറയുന്നൊരു ഐഡന്റിഫയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? ഈ ക്ലാസിന്റെ പേരാണ്. ഓക്കെ, എന്നിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സില്ലേ, ഈ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെയാണ് അവിടെ കോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിനകത്ത് പാസ് ചെയ്യുന്ന ഈ വാല്യൂസ് ഇല്ലേ, ഈ വാല്യൂസ് നേരെ ഈ കൺസ്ട്രക്ടറിന്റെ ഉള്ളിലേക്ക് വരും. അതിൽ കണ്ടില്ലേ, 1 അശ്വിൻ 90 എന്നുള്ള 3 വാല്യൂസ് ഈ റോൾ നമ്പർ, നെയിം, ഗ്രേഡിലേക്ക് പാസ് ആവും. ഈ സെൽഫ് എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയാം. ഓക്കെ, ഇനി അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പറിലേക്ക് ആ വന്ന റോൾ നമ്പറും, നെയിമിലേക്ക് ആ വാല്യൂ, ഗ്രേഡിലേക്ക് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂവും ആഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ഈ ഒരു ലൈൻ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ 9ാമത്തെ ലൈൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചത് ഈ ഒരു ക്ലാസ് ഇല്ലേ, ഈ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏതാണ് പേര്? S1 എന്നുള്ള പേരിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിനകത്തേക്ക് ഞാൻ 1 അശ്വിന 90 എന്നുള്ള വാല്യൂ പാസ് ചെയ്തില്ലേ, അത് ശരിക്കും ഇവിടെ പാസ്സായ ഈ നെയിമിനകത്തും റോൾ നമ്പറിനകത്തും ഗ്രേഡിനകത്തും കയറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഷോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡീറ്റെയിൽ ഇല്ലേ, ഇതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? S1 ഡോട്ട് എടുക്കുക, എന്നിട്ട് ഷോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ നോർമലി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ കോൾ ചെയ്യുക. S1 ഡോട്ട് എന്ന് ഉപയോഗിക്കണം, അത് മറക്കില്ല. കാരണം ആ ഒരു ഒബ്ജക്റ്റിന്റെ മെത്തേഡിനെ കോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ S1 ഡോട്ട്, ആ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റുഡന്റ് എന്ന് വേണം വിളിക്കാൻ. എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അശ്വിൻ, റോൾ നമ്പർ 1, ഗ്രേഡ് എന്ന് പറയുന്നത് 90 എന്നുള്ള രീതിയിൽ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? S2 എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റുഡന്റ് ക്രിയേറ്റ് ആവും. അതായത് ഈ ഒരു ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ സ്റ്റുഡന്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. S2 എന്ന പേരിൽ പുതിയൊരു സ്റ്റുഡന്റ് ക്രിയേറ്റ് ആവും. ഈ ഒരു ലൈനിൽ പുതിയൊരു സ്റ്റുഡന്റ് ക്രിയേറ്റ് ആവുന്ന സമയത്ത്, അതായത് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് അതിന്റെ പേര് ഞാൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? S2 എന്നുള്ളതാണ്. അതായത് S2 എന്ന് പറഞ്ഞ പേരിൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുമ്പോൾ അതിന് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് ഈ ആദ്യം ക്രിയേറ്റ് ചെയ്ത S1 ആയിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. അതായത് ഈ S1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അത് ഇങ്ങനെയായിരിക്കും മെമ്മറിയിൽ ഉണ്ടാവുക. ഞാൻ S2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇവർ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഇവർ തമ്മിൽ ഡാറ്റാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്തൊന്നുമില്ല. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഞാൻ 2, ബോബ്, 95 എന്ന് പറയുന്ന 3 വാല്യൂസ് പാസ് ചെയ്തു. അത് നെയിമിലേക്കും റോൾ നമ്പറിലേക്കും ഗ്രേഡിലേക്കും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആരാണ് ചെയ്തത്? ഈ ഒരു കൺസ്ട്രക്ടറിന്റെ ഉള്ളിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? S1 ഡോട്ട് ഷോ ഡീറ്റെയിലിനെ കോൾ ചെയ്തു. S1 ഡോട്ട് ഷോ ഡീറ്റെയിൽ പറയുമ്പോൾ ഏതായിരിക്കും പ്രിന്റ് ആവുക? ഈ S1ന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പ്രിന്റ് ആവുക. അതായത് ഈ ഡീറ്റെയിൽസ് ആയിരിക്കും പ്രിന്റ് ആവുക. കാരണം ആ ഒരു ഒബ്ജക്റ്റിന് ഈ ഡാറ്റയാണ് ഉള്ളത്. ഇനി S2 ഡോട്ട് ഷോ ഡീറ്റെയിൽ എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ S2ന്റെ ഡാറ്റ ഇല്ലേ, അതായിരിക്കും പ്രിന്റ് ആവുക. കാരണം ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡാറ്റ എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. നെയിം എന്ന് പറയുന്നത് ബോബ്, റോൾ നമ്പർ 2, ഗ്രേഡ് 95 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ഇല്ലേ, ഈ രണ്ടാമത് പാസ് ചെയ്തിരിക്കുന്ന ഡാറ്റ, അതായിരിക്കും S2ന് ആക്സസ് ചെയ്യാൻ പറ്റുക. കാരണം ആ ഒബ്ജക്റ്റിന് അത്രയും ഡാറ്റാസേ പോയിട്ടുള്ളൂ. അതേസമയം S1ന്റെ കേസിൽ നമ്മൾ ആദ്യം പാസ് ചെയ്ത ഡാറ്റ ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടെ ഒന്ന് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയെന്ന് പറയുന്ന S1ലെ ഡാറ്റയും ഇതെന്ന് പറയുന്നത് S2ന്റെ ഈ ഷോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഡാറ്റയും ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തന്റെ അകത്ത് ഈ ക്ലാസിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ടർ ഇല്ലേ, അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ടറിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ടറിനെയാണ് കോൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ S1ന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് സ്റ്റുഡന്റ് എന്ന് വിളിച്ചിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തില്ലേ, അവിടെ ശരിക്കും
കോൾ ചെയ്തത് ഈ ഒരു ഇനീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെയാണ്. ഓക്കെ, അപ്പോൾ ഇനീറ്റ് എന്ന് പറയുന്നത് ഒരു മാജിക് മെത്തേഡാണ്. ഈ മാജിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ മെത്തേഡിന്റെ ഫ്രണ്ടിൽ 2 അണ്ടർസ്കോർ കണ്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്, അങ്ങനത്തെ മെത്തേഡ്സിനെ നമ്മൾ മാജിക് മെത്തേഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനീറ്റ് എന്ന് പറയുന്ന മാജിക് മെത്തേഡാണ് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ സ്റ്റുഡന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ടറിനെയാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇതിനകത്തെ വേരിയബിൾസ് ഉണ്ടല്ലോ, റോൾ നമ്പർ, നെയിം, ഗ്രേഡ്, ഇങ്ങനത്തെ വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സെൽഫ് ഡോട്ട് റോൾ നമ്പർ, സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ആ ഒരു ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യുക, അതായത് ആദ്യത്തെ വാല്യൂ എടുത്ത് വെക്കുക. ആ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തനകത്ത് ഈ സെൽഫ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഏത് ഇൻസ്റ്റൻസിനെയാണ് റെഫർ ചെയ്യുന്നത് അതിന് വേണ്ടി അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുന്നത്. അതായത് S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനകത്ത് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറണ്ട് ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനെ തന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. S2വിനകത്ത് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുമ്പോൾ അത് S2 എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഇൻസ്റ്റൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ആ കോഡിലൊന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം S1 എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ഇവിടെ S1നകത്ത് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇനിഷ്യലൈസേഷനകത്ത് ഉണ്ടല്ലേ സെൽഫ് ഡോട്ട് റോൾ നമ്പർ, ആ സെൽഫ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഈ ഒരു റോൾ നമ്പർ അതിന്റെ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടിനെ ആയിരിക്കും, അതിന്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ടിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നുണ്ടാവുക. അതേ സമയത്ത് ഈ S2 എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സെൽഫ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ സെൽഫ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ഈ റോൾ നമ്പർ ആയിരിക്കും. ഓക്കെ, അതൊരിക്കലും ഇതാവത്തില്ല. ഓക്കെ, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, ഇതിന്റെ സ്വന്തം ആട്രിബ്യൂട്ടിനെ ആയിരിക്കും അത് റെഫർ ചെയ്യുന്നുണ്ടാവുക. അതിലൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ള റോൾ നമ്പർ, നെയിം, ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിൾസ് ഇല്ലേ, ആ വേരിയബിൾസ് ശരിക്കും ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ആയിരിക്കത്തില്ല. അത് ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ആവുന്നത്, അതായത് ഈ ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട്സ് ആവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ സെൽഫ് ഡോട്ട് റോൾ നമ്പർ അസൈൻ ആ റോൾ നമ്പർ, അതായത് ഈ പാസ് ചെയ്ത് വരുന്ന റോൾ നമ്പർ, ഇവിടെ നിന്ന് പാസ് ചെയ്ത വാല്യൂ ഇല്ലേ, അത് ഇവിടെ എത്തത്തില്ലേ, ആ റോൾ നമ്പറിനെ സെൽഫ് ഡോട്ട് റോൾ നമ്പർ എന്ന് കൊടുക്കുമ്പോഴാണ് ആ ഇൻസ്റ്റൻസിലേക്ക് വാല്യൂ അസൈൻ ആവുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് നെയിമിലേക്ക് നെയിം അസൈൻ ആവുമ്പോഴാണ് ഈ ഒരു നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അവിടെ ക്രിയേറ്റ് ആവുന്നതും അതിലേക്ക് വാല്യൂ അസൈൻ ആവുന്നതും. ഗ്രേഡിലേക്ക് വരുന്ന സമയത്തും സെയിം തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് സെൽഫിന്റെ യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ ക്ലാസിന്റെ ഉള്ളിൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ നിങ്ങൾ ഷോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ലേ, ഈ ഫംഗ്ഷൻ ഇതുപോലെ ക്ലാസിന്റെ ഉള്ളിൽ ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് നിങ്ങൾ സെൽഫ് പാസ് ചെയ്യണം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസ് ആട്രിബ്യൂട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഓരോ ഒബ്ജക്റ്റിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ആ ഓരോ ഒബ്ജക്ട്സിന്റെയും അകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആ ഓരോ ഒബ്ജക്ട്സിനകത്ത് വരുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ S1 എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ S1 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അത് എന്തൊക്കെ ഉണ്ടായിരിക്കും? സെൽഫ് ഡോട്ട് റോൾ നമ്പർ, സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരുന്നു. ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു യൂണീക് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് S2 ആയിട്ട് ബന്ധമൊന്നും കാണത്തില്ല. S2വിന്റെ ആ 3 വേരിയബിൾസ് ഉണ്ടായിരിക്കുമല്ലോ, S2വിന്റെ വേരിയബിൾസ് ഏതൊക്കെയായിരിക്കും? റോൾ നമ്പർ, നെയിം, ഗ്രേഡ് എന്നൊക്കെ പറയുന്നത്. അതിന് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും മെമ്മറിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലൊന്നും ബന്ധം കാണത്തില്ല. അതായത് S1ന് കയറിയിട്ട് S2വിന്റെ ആട്രിബ്യൂട്ട്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഡയറക്റ്റ് കയറി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. S2വിനും അതുപോലെ തന്നെ S1ന്റെ ഡേറ്റാസോ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനോ കയറി ഡയറക്റ്റ് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് എന്നുള്ളത് മനസ്സിലായല്ലോ? ഒബ്ജക്റ്റിന്റെ സ്വന്തമായിട്ട് ഒബ്ജക്റ്റിന്റെ അകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് മിക്കവാറും കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതായത് ഈ സെൽഫ് ഡോട്ട് റോൾ നമ്പർ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഒരു കൺസ്ട്രക്ടറിന്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. ഇതേ സെയിം സംഭവം നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതിയാലും മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടറിന്റെ ഉള്ളിലോ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇനി അതേസമയം ക്ലാസ് ആട്രിബ്യൂട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഇൻസ്റ്റൻസസിനും അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റിനും സിമിലർ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഞാൻ സ്കൂൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ABC ഹൈസ്കൂൾ എന്നുള്ളതാണ്. ഓക്കെ, ഇത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഈ കൺസ്ട്രക്ടറിന്റെ പുറത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെങ്കിൽ അത് ക്ലാസിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ആട്രിബ്യൂട്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും, ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും എല്ലാ ഒബ്ജക്റ്റിലും ഈ വാല്യൂ കോമൺ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ഞാനിപ്പോൾ S1 എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, S2 എന്ന് പറഞ്ഞിട്ട് വേറെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പാസ് ചെയ്ത വാല്യൂ ഡിഫറെന്റ് ആണ്. ഒന്നിൽ ആലീസ് 20, മറ്റേതിനകത്ത് ബോബ് 22 എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ വാല്യൂ പാസ് ചെയ്തേക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ അതിനകത്ത് സ്കൂൾ നെയിം ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ S1 ഡോട്ട് സ്കൂൾ നെയിം ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ സ്കൂൾ നെയിം എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു വാല്യൂ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ABC ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആലീസ് എന്ന് പറഞ്ഞ ആളുടെ S1 ഡോട്ട് നെയിം എന്ന് ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആലീസ് S1 ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ആലീസിന്റെ ആ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കത്തില്ലേ, ആ ഒബ്ജക്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് ആലിസ് എന്നായിരിക്കും. ഓക്കെ, S2 ഡോട്ട് നെയിം എന്ന് പറയുമ്പോഴത്തേനും അത് ബോബിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും, ഈ ബോബ് 22 എന്നുള്ള പാസ് ചെയ്ത ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബോബ് എന്ന് പറയുന്നത് നെയിമിലേക്ക് വരും, നെയിം എന്ന് പറയുന്നത് സെൽഫ് ഡോട്ട് നെയിമിലേക്ക് എത്തും. അതായത് ആ ഒരു ഇൻസ്റ്റൻസിൽ നെയിം അസൈൻ ബോബ് എന്നുള്ള രീതിയിൽ വരും S2 എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റൻസിൽ. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ S2 എന്ന് പറയുന്ന ഇൻസ്റ്റൻസിന്റെ നെയിം ബോബ് എന്നായിരിക്കും, പക്ഷെങ്കിൽ അതിന്റെ സ്കൂൾ നെയിം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, ABC ഹൈസ്കൂൾ എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്ലാസ് ആട്രിബ്യൂട്ടും ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസസിനകത്ത് ഡിഫറെന്റ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിനകത്തെ ആട്രിബ്യൂട്ട്സ്, അതിനകത്തെ മെത്തേഡ്സിനെയാണ് നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്പേഴ്സിന് ഡിഫറെന്റ് ലെവൽ ഓഫ് ആക്സസ് ഉണ്ടായിരിക്കും. അതായത് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്നുള്ള രീതിയിലും ഡിഫറെന്റ് ലെവൽ ഓഫ് ആക്സസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് പബ്ലിക് മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ പബ്ലിക് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ നോർമലി നമ്മൾ എഴുതുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് ഇല്ലേ, അതിനെ പബ്ലിക് മെമ്പർ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൊന്നും പ്രത്യേകിച്ച് അണ്ടർസ്കോർസ് ഒന്നും ഉണ്ടാവത്തില്ല. കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കണ്ടില്ലേ, ഈ സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് അതിനകത്തെ ഒരു പബ്ലിക് ആയിട്ടുള്ള മെമ്പറാണ്. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിലെ ഒരു പബ്ലിക് മെമ്പറാണ്. ഈ പബ്ലിക് മെമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസിന്റെ ഉള്ളിൽ അതിനെ ഒരു പ്രശ്നമില്ലാതെ കോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ സെൽഫ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിട്ട് ഡോട്ട് നെയിം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പബ്ലിക് മെമ്പറിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസിന്റെ ആട്രിബ്യൂട്ടിനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പുറത്ത് വന്നിട്ട്, അതായത് ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയല്ലേ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ആ ക്ലാസിന്റെ പുറത്ത് നമുക്ക് അതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഞാൻ S എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ S ഡോട്ട് നെയിം എന്ന് ഇവിടെ കോൾ ചെയ്തേക്കുന്നുണ്ടോ, ഈ S ഡോട്ട് നെയിം ശരിക്കും ഏതിനാണ് കോൾ ചെയ്യുന്നത് അറിയോ, ഈ S എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ ഇൻസ്റ്റൻസിന് ഞാനൊരു നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ അശ്വിൻ എന്നുള്ള നെയിം ഞാൻ പാസ് ചെയ്തിട്ട് അത് ഇവിടെ വന്നിട്ട് സെൽഫ് ഡോട്ട് നെയിമിലേക്ക് സെറ്റ് ആയിട്ടുണ്ടല്ലോ, ആ നെയിമിനെയാണ് ഞാൻ ശരിക്കും റെഫർ ചെയ്യുന്നത്, S ഡോട്ട് നെയിം എന്ന് പറയുന്നത്, ആ ഒരു ഇൻസ്റ്റൻസിനകത്ത് നെയിം എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടിനെ. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ വന്നപ്പോഴത്തേനും നമുക്ക് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ക്ലാസ്സിന് പുറത്തും ആ ഒരു മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതാണ് പബ്ലിക് മെമ്പേഴ്സിന്റെ പ്രത്യേകത. ഈ കോഡിനെ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, സ്റ്റുഡന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഈ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോഴാണ് വന്നത്. എസ് ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഈ കോൾ ചെയ്ത ഫംഗ്ഷനകത്ത് എന്താണ്, സ്റ്റുഡന്റ് നെയിം അസൈൻ സെൽഫ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ. എന്നിട്ട് പുറത്ത് വന്നിട്ട് എസ് ഡോട്ട് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത്, അവിടെയും അശ്വിൻ തന്നെയാണ് വരുന്നത്. കാരണം ആ ഒരു ഇൻസ്റ്റൻസിൽ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ അശ്വിൻ എന്ന് പറയുന്ന വാല്യൂ ആണ് അസൈൻ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഈ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പബ്ലിക് മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് ഒരു പബ്ലിക് മെമ്പർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതുപോലെ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ആണ് ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പർ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് മെമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ആട്രിബ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ മെത്തേഡ് ആണെങ്കിൽ മെത്തേഡിന്റെയോ ഫ്രണ്ടിൽ നമ്മളൊരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കും, സിംഗിൾ അണ്ടർസ്കോർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുമില്ല, പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പറയുകയാണ് ഈ ഒരു ക്ലാസിന്റെ പുറത്ത്, അതായത് ഈ ഒരു ക്ലാസിന്റെ ഡെഫിനേഷൻ ഇത്രയാണല്ലോ വരുന്നത്, ഈ ഒരു ഇൻഡന്റേഷൻ ഫോളോ ചെയ്യുന്ന ഏരിയ അത്രയാണല്ലോ വരുന്നത്, അതിന്റെ പുറത്ത് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വേരിയബിളിനെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്ന് നമ്മൾ പറയുകയാണ്, അത്രേ ഉള്ളൂ. ഇനി അങ്ങനെ പുറത്ത് നിന്ന് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു കേസിൽ കണ്ടില്ലേ, ഈ ഒരു ക്ലാസിന്റെ പുറത്ത് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, എസ് ഡോട്ട് അണ്ടർസ്കോർ ഏജ് എന്ന് ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എറർ ഒന്നും വരത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു കൺവെൻഷൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. നോർമൽ പബ്ലിക് മെമ്പർ എങ്ങനെയാണോ ക്രിയേറ്റ് ആയത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറയുമ്പോഴത്തേനും അതിനും ഇൻസ്റ്റൻസ് മെമ്മറിയിൽ തന്നെ ആയിരിക്കും അതിന്റെ ഒരു വാല്യൂ സ്റ്റോർ ആവുക.
അതായത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനനുസരിച്ചായിരിക്കും ഈ ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ വാല്യൂ സ്റ്റോർ ആവുക. സ്പെസിഫിക് ആയിരിക്കും, ഇൻസ്റ്റൻസിന് സ്പെസിഫിക് ആയിരിക്കും അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എസ് ഡോട്ട് നെയിം എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആ ഒരു പബ്ലിക് മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എസ് ഡോട്ട് അണ്ടർസ്കോർ ഏജ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊട്ടക്റ്റഡ് മെമ്പറിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതിനകത്ത് സ്റ്റുഡൻറ് നെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അത് ഇതിനകത്ത് ഡിസ്പ്ലേ എസ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്തതിന്റെ ഔട്ട്പുട്ടാണ്. അതിന്റെ പുറത്ത് വന്നിട്ട് കണ്ടില്ലേ, ഞാൻ ആ പബ്ലിക് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി എസ് ഡോട്ട് നെയിം എന്ന് കോൾ ചെയ്തു, അശ്വിൻ എന്നുള്ളത് കിട്ടി. ഓക്കെ, പ്രൊട്ടക്റ്റഡ് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എസ് ഡോട്ട് അണ്ടർസ്കോർ ഏജ് എന്നുള്ളത് കോൾ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ കോൾ ചെയ്യാനായിട്ട് പാടില്ല, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും, എറർ ഒന്നും വരത്തില്ല. പക്ഷെങ്കിൽ അതൊരു കൺവെൻഷനാണ്, നമ്മൾ അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഒരു പ്രൈവറ്റ് മെമ്പർ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ കേസിൽ വരുമ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലാസിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. ക്ലാസിന്റെ പുറത്ത് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു എറർ റേസ് ചെയ്യും. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഈ സെൽഫ് ഡോട്ട് അണ്ടർസ്കോർ റോൾ നമ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് 2 അണ്ടർസ്കോർ നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യും. അപ്പോൾ ഈ 2 അണ്ടർസ്കോർ വന്നു കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ പുറത്തേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ ഒരു സ്കോപ്പ് ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ ഉള്ളിൽ മാത്രം, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്കോപ്പിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അതിന് പുറത്ത് നിങ്ങൾ ഈ രീതിയിൽ നമ്മൾ മുമ്പേ പബ്ലിക് മെമ്പേഴ്സിനെയൊക്കെ ആക്സസ് ചെയ്യാൻ നോക്കിയ പോലെ എസ് ഡോട്ട് ആ ഒരു പ്രൈവറ്റ് മെമ്പർ, ഇപ്പൊ അണ്ടർസ്കോർ റൂൾ നമ്പർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എറർ കിട്ടും. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കൊരു എറർ വരും. അപ്പം അങ്ങനെ ആക്സസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ക്ലാസിന്റെ ഉള്ളിൽ മാത്രം ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൈവറ്റ് മെമ്പർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ പ്രൈവറ്റ് മെമ്പറിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഡോട്ട് അണ്ടർസ്കോർ നമ്മുടെ ക്ലാസിന്റെ നെയിം, ഏത് ക്ലാസിന്റെ ആണോ ആ പ്രൈവറ്റ് മെമ്പർ ആ ക്ലാസിന്റെ നെയിം കൊടുക്കുക. അതിനുശേഷം ആ പ്രൈവറ്റ് മെമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ റൂൾ നമ്പർ എന്നുള്ളത് കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ കേസിൽ അത് 1 ആയിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. ഇൻസ്റ്റൻസ് മെത്തേഡ്, ക്ലാസ് മെത്തേഡ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ ക്ലാസ്സസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എന്താണ് ഒരു ഇൻസ്റ്റൻസ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻസ്റ്റൻസ് മെത്തേഡിനെ പറ്റി പറയുമ്പം അത് നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഇല്ലേ, ക്ലാസ്സിനുള്ളിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്സ് ഇല്ലേ, അതിനെയാണ് നോർമൽ ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റൻസ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സെൽഫ് ആയിരിക്കണം, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ റെഫർ ചെയ്യുന്നതായിരിക്കണം എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ S1 എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റൻസിനെ ആയിരിക്കും സെൽഫ് റെഫർ ചെയ്യുന്നുണ്ടാവുക. ഈ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ വരുമ്പോഴത്തേനും സെൽഫ് റെഫർ ചെയ്യുന്ന ഈ ഒരു ഇൻസ്റ്റൻസിനെ ആയിരിക്കും. S2ലേക്ക് വരുന്ന സമയത്ത് സെൽഫ് റെഫറൻസ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സിനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ആ ഡാറ്റനെ ഡിസ്പ്ലേ ചെയ്യുമോ അങ്ങനത്തെ എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഓരോ ഇൻസ്റ്റൻസ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് മെത്തേഡ് ആക്സസ് ചെയ്യുന്ന ആ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കത്തില്ലേ, അത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം S1 എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ S1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് കോൾ ചെയ്തിട്ടില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്, S1 ഷോ ഡിസ്പ്ലേനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ഡേറ്റ ആയിരിക്കും അവിടെ എടുക്കുന്നത്. ഇപ്പം അശ്വിൻ 85 എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസ് ഞാൻ അതിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ആ പാസ് ചെയ്യുന്ന വാല്യൂ നെയിമിലേക്കും മാർക്കിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഈ S1 ഡോട്ട് ഡിസ്പ്ലേ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ അശ്വിൻ എന്നുള്ള വാല്യൂ 85 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. അതേസമയം S2 ഡോട്ട് ഡിസ്പ്ലേ എന്ന് ഞാൻ ഇവിടെ കോൾ ചെയ്തേക്കുന്നുണ്ടല്ലേ, ആ സമയത്ത് S2ന്റെ ഉള്ളിൽ ഏതൊക്കെ ഡാറ്റയാണുള്ളത്, ബോബ് അതുപോലെ തന്നെ 92 എന്ന് പറഞ്ഞ 2 വാല്യൂസ് ആണ് അതിനകത്തുള്ളത്. അതായത് നെയിമിലും മാർക്കിലും അതാണ് ഉള്ളത്. ഈ സെൽഫ് ഡോട്ട് നെയിമിലും സെൽഫ് ഡോട്ട് മാർക്കിലും ആ 2 വാല്യൂസ് ആണ് ഉള്ളത്. അപ്പം അതിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിലെ വാല്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബ് 92 കിട്ടത്തുള്ളൂ. S2 ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും അശ്വിൻ 85 എന്ന് പറയുന്ന വാല്യൂ കിട്ടത്തില്ല. അതുപോലെ തന്നെ S1 ഉപയോഗിച്ചിട്ട് ഒരിക്കലും ബോബ് 92 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അത് ഈ ഇൻസ്റ്റൻസ് മെത്തേഡിന്റെ ഉള്ളിലും ബാധകമാണ്. ഇൻസ്റ്റൻസ് മെത്തേഡിന് ഒരിക്കലും വേറൊരു ഇൻസ്റ്റൻസിന്റെ അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി വരുന്ന വേറൊരു ടൈപ്പാണ് ക്ലാസ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ,
ഈ ക്ലാസ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് ആട്രിബ്യൂട്ട്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ക്ലാസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് എഴുതുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ @ക്ലാസ് മെത്തേഡ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനെന്താ പറയുന്നതെന്ന് അറിയോ? ഇതിനെ ഡെക്കറേറ്റർ എന്നാണ് പറയുന്നത്. ഈ ഇങ്ങനെ അറ്റ് എഴുതിയിട്ട് എന്തെങ്കിലും എഴുതുന്നതിനെ നമ്മൾ ഡെക്കറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്ത ഡെക്കറേറ്റർ ഇതാണ്. ക്ലാസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്റർ ആണ് നമ്മൾ ക്ലാസ് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റർ യൂസ് ചെയ്തതിന് ശേഷം നോർമൽ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ എഴുതിയിരുന്നാൽ മതി. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും ക്ലാസിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ കോഡെല്ലാം എഴുതുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ക്ലാസ്സിന്റെ ഇൻഡന്റേഷൻ ഫോളോ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലാണ് ഈ കോഡെല്ലാം വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ഞാൻ ആ ക്ലാസ് ചേഞ്ച് സ്കൂൾ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. ആദ്യം CLS എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാസ് ചെയ്തിരിക്കുന്നത്. ഈ CLS എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലാസ് റെഫറൻസ് ആണ്. ക്ലാസ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, സെൽഫ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെയാണ് റെഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഈ CLS അല്ലെങ്കിൽ ക്ലാസ് റെഫറൻസ് പാസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ക്ലാസ്സിനെ തന്നെയായിരിക്കും റെഫർ ചെയ്യുന്നത്. ക്ലാസ്സിനെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും? ക്ലാസ് ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ക്ലാസ് ആട്രിബ്യൂട്ട് എന്നുള്ളത്. ഇങ്ങനെ ക്ലാസ്സിനകത്ത് എഴുതി വെക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻസിന്റെ ഉള്ളിലൊന്നും ആയിരിക്കത്തില്ല ക്ലാസ് ആട്രിബ്യൂട്ട്സ് നമ്മൾ എഴുതുക. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ വരുമ്പോഴത്തേനും അത് ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ആയിട്ട് മാറും. അപ്പോൾ ഈ ക്ലാസ് ആട്രിബ്യൂട്ടിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CLS ഡോട്ട് ക്ലാസ് നെയിം സ്കൂൾ നെയിം അസൈൻ എന്ന് പറഞ്ഞിട്ട് പുതിയ നെയിം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ CLS ഡോട്ട് എന്ന് വിളിക്കുമ്പോഴത്തേനും അത് ക്ലാസ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. ക്ലാസ്സിനെ റെഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലാസ് ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആ ക്ലാസ് ആട്രിബ്യൂട്ടിനെ ഈ രീതിയിൽ ആക്സസ് ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ടും പറ്റും. ഇനി ഇവിടെ എന്താണ് ഞാൻ ചെയ്തേക്കുന്നത്? ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ കോഡൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഞാൻ ഇവിടെ S1ഉം S2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. S1 ഒബ്ജക്റ്റിലേക്ക് ഞാൻ അശ്വിനും S2 ഒബ്ജക്റ്റിലേക്ക് ഞാൻ ബോബുമാണ് പാസ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്തേക്കുന്നത്? എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഞാനൊരു എഡിറ്റിംഗ് വരുത്തിയിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കൊടുത്തു. അതായത് S1ഉം S2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് ഇല്ലേ, ഈ രണ്ട് ഒബ്ജക്റ്റിൽ ഞാൻ ഈ സ്കൂൾ നെയിം എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ആട്രിബ്യൂട്ടിനെയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ നെയിം രണ്ടിലും കോമൺ ആയിരിക്കും. ഇപ്പൊ S1 സ്കൂൾ നെയിം ആക്സസ് ചെയ്യാൻ നോക്കിയാലും ഈ ക്ലാസ്സിലെ ആട്രിബ്യൂട്ടിനെ തന്നെ ആയിരിക്കും എടുക്കുന്നത്. S2 സ്കൂൾ നെയിം ആക്സസ് ചെയ്യാൻ നോക്കിയാലും ഈ ഒരു സ്കൂൾ നെയിം എന്ന് പറയുന്നത് ABC ഹൈസ്കൂൾ എന്ന് പറഞ്ഞത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇത് രണ്ടും സെയിം ക്ലാസ് ആട്രിബ്യൂട്ടിനെ തന്നെ ആയിരിക്കും ആക്സസ് ചെയ്യാൻ നോക്കുക. മറ്റ് ആട്രിബ്യൂട്ട്സ് ഒക്കെ അതിന് ഇൻഡിവിജ്വൽ യൂണീക്ക് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഈ സ്കൂൾ നെയിം എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട് മാത്രം ആ ക്ലാസിന്റെ ആട്രിബ്യൂട്ട് ആയതിന്റെ പേരിൽ ഷെയർഡ് ആയിരിക്കും. എല്ലാ ഒബ്ജക്റ്റിനും ആ ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുക. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഡോട്ട് ചേഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. ആ സ്റ്റുഡന്റ് ഡോട്ട് ചേഞ്ച് സ്കൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? നമ്മുടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് മെത്തേഡാണ്. ഓക്കെ, ക്ലാസ് മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? പുതിയ നെയിം വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യും. ഞാൻ XYZ ഇന്റർനാഷണൽ സ്കൂൾ എന്നുള്ള രീതിയിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ABC ഹൈസ്കൂൾ എന്നുള്ളത് മാറിയിട്ട് XYZ ഇന്റർനാഷണൽ സ്കൂൾ എന്നുള്ള രീതിയിൽ അത് മോഡിഫൈ ആവുന്നുണ്ട്. അതിനുശേഷം ഞാൻ S1 ഡോട്ട് സ്കൂൾ നെയിം S2 ഡോട്ട് സ്കൂൾ നെയിം എന്നുള്ള രീതിയിൽ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ABC സ്കൂളായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ് നെയിമിനെ കോൾ ചെയ്തപ്പോഴത്തേനും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് XYZ ഇന്റർനാഷണൽ സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് ക്ലാസ് ആട്രിബ്യൂട്ടിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ക്ലാസ് ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്ത സമയത്ത് ക്ലാസ് നെയിം ആണ് യൂസ് ചെയ്തത്, ഒബ്ജക്ട് നെയിം അല്ല. ക്ലാസ് നെയിം ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ക്ലാസ് നെയിം ഡോട്ട് ക്ലാസ് ആട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ക്ലാസ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാറ്റിക് മെത്തേഡിനെ പറ്റിയിട്ടാണ്. ഈ സ്റ്റാറ്റിക് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാസ് ആട്രിബ്യൂട്ടിനെ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടിനെ മോഡിഫൈ ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കത്തില്ല. ഇത് മിക്കവാറും യൂട്ടിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും വരുന്നത്. യൂട്ടിലിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റുഡന്റിന്റെ ഏജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഏജിൽ വെച്ചിട്ട് ഈ സ്റ്റുഡന്റ് അഡൾട്ട് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യും. ആ സ്റ്റാറ്റിക് മെത്തേഡ് എന്ത് ചെയ്യും? ബേസിക് ഒരു ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 18 ഏജ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ പുള്ളി അഡൾട്ട് ആണ് എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടും പ്രിന്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഡെക്കറേറ്റർ ആണ്. കണ്ടില്ല, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്റർ യൂസ് ചെയ്തതിന്റെ പേരിലാണ് ഇതിന് താഴെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാറ്റിക് മെത്തേഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് നമ്മളൊരു പെർട്ടിക്കുലർ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും ഈ സ്റ്റാറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യുക. അത് പ്രത്യേകിച്ച് ക്ലാസ് ആട്രിബ്യൂട്ടിനെയോ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടിനെയോ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. ആക്സസ് ചെയ്യാനായിട്ടോ മോഡിഫൈ ചെയ്യാനായിട്ടോ ഒന്നും ശ്രമിക്കത്തില്ല. ഓക്കെ, ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ S1ന്റെയും S2ന്റെയും രണ്ട് ഒബ്ജക്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡന്റിന്റെ തന്നെ രണ്ട് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം ഞാൻ
ഈ S1 ഡോട്ട് ഈസ് അഡൽട്ട് എന്നുള്ളതിനകത്ത് ഞാൻ 19 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്തു. 19 പാസ് ചെയ്യുമ്പോൾ നമുക്ക് യെസ് എന്നുള്ളതാണ് പ്രിന്റ് ആവേണ്ടത്. അതിനുശേഷം ഞാൻ S2 ഡോട്ട് ഈസ് അഡൽട്ട് 17 എന്നുള്ളത് പാസ് ചെയ്തു. അന്നേരം നമുക്ക് നോ ആണ് പ്രിന്റ് ആവേണ്ടത്. നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ആദ്യം യെസും പിന്നീട് നോയും പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ലേണിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.